ഹലോ ഗൈസ്, അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മൾ NSS ക്യാമ്പിന് വന്നതാണ്. സർഗാലയിലാട്ടുള്ളത്. ഇത് പയ്യോടിന്റെ അടുത്ത് വടകര എത്തേണ്ട വടകരന്റെ തൊട്ട് മുമ്പ് സർഗാലയിലാണുള്ളത്. അപ്പൊ NSS ക്യാമ്പിന് സ്കൂൾ പാവണ്ടൂർ സ്കൂളിൽ നിന്ന് രണ്ടാൾക്കാർ വന്നിട്ട് ഞാനും പിന്നെ ദേവികയും. ഞാനിപ്പോ കലോത്സവം തുടങ്ങാനാക്കി. ഇതാണ് ഇഞ്ച മുട്ടിപ്പാട്ട് ടീം. ഇവലെ പേരാണ് ഞാൻ മുട്ടിപ്പാട്ട് കളിക്കാൻ പോകുന്നത്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ കാണിച്ചത് ഇതാട്ടോ ഞാളെ സ്റ്റേജ്. ഇങ്ങോട്ട് വാ. ഇതാണ് ഞാളെ സ്റ്റേജ്. ഇവിടെയാണ് ആൾ ഇരിക്കാൻ പോകുന്നത്. ഇനി ഏതാനും നിമിഷങ്ങൾക്കകം ഗംഭീര പരിപാടിയായിരിക്കും. ഇത് നമ്മളെ ചെക്കന്മാരാണ്. ഓക്കെ ഗൈസ്, ഞാന് കുട്ടിപ്പാട്ടൊക്കെ സെറ്റ് ആക്കാനുള്ള പരിപാടിയിലാണ്. പിന്നെ ബാക്കിയുള്ള NSS കുട്ടികളൊക്കെ പുറത്തുണ്ട്. അതുപോലെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. കേട്ടോ, പേരെന്താ? അഭിനവ് കൃഷ്ണ. ബാക്കിയുള്ളവരെ കാണിച്ചു തരാം. കുറച്ച് പേര് അവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, കുറച്ച് പേര് ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഞങ്ങളെ NSSന്റെ മാഷാട്ടോ. മാഷി എന്ന് പറഞ്ഞാല് മോനെ എന്റെ ജീവിതത്തിൽ ഇത്ര അടിപൊളി ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തില്ല. എന്തായാലും മാഷ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. മാഷിന്റെ പേരെന്തായാലും? എന്റെ പേര് ശ്രീജിത്ത്. മാഷി എത്ര വർഷമായി ഇപ്പൊ NSS ക്യാമ്പ് ഇതൊക്കെ തുടങ്ങിയിട്ട്? NSSൽ പ്രവർത്തിക്കുന്നത് 20 വർഷമായി. NSS ക്യാമ്പ് സർഗാലയിൽ തുടങ്ങിയിട്ട് 6 വർഷത്തിലധികമായി. അടിപൊളി. എന്തായാലും മാഷിന്റെ ക്ലാസ്സും കാര്യങ്ങളും ഒന്നും ഇതുവരെ വിഷ്വൽസ് ഒന്നും എടുക്കാനായില്ല. അടുത്ത ക്ലാസ് ഒക്കെ എടുക്കാനാവട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചിലപ്പോൾ എടുക്കാനാവും. വിഷ്വൽസ് കിട്ടുകയാണ് എന്തായാലും അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. മാഷിന്റെ ക്ലാസ് ഗംഭീര ക്ലാസ് ആണ്. നിങ്ങൾ അത് കണ്ടാലേ അതിന്റെ മഹിമ മനസ്സിലാവും. പിന്നെ മാഷ് എങ്ങനെയാണ് ഇങ്ങനെ കുട്ടികളോട് ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നത്? അത് എത്ര വർഷം എടുത്തിട്ട് അങ്ങനെ ഒന്ന് സെറ്റ് ആവാൻ? അല്ല, കുട്ടികളോട് ഇന്ററാക്ട് ചെയ്യാൻ പറയുന്നത് എല്ലാ ആളുകൾക്കും സന്തോഷമാണല്ലോ. കുട്ടികളൊരു ലൈവായി ഉള്ള ആളുകളാണ്. പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ ഒരു 16-17 വയസ്സ് ടീനേജേഴ്സ് ആണ്. അപ്പൊ അവരെപ്പോഴും ഒരു സ്പിരിറ്റോട് കൂടി വലിയ ഊർജ്ജത്തോട് കൂടി ഇരിക്കുന്ന കുട്ടികളാണ്. അപ്പൊ അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഊർജ്ജം വരുമെന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അടിപൊളി. എന്തായാലും ബാക്കിയുള്ള മാഷിമാരൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട്. ഇതാണ് ഞങ്ങളെ മാഷ്. പിന്നെ മാഷിന്റെ ക്ലാസ്സുകൾ ഇൻഷാ അല്ലാഹ് ഞാൻ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഫുട്ടേജും കാര്യങ്ങളൊക്കെ എടുക്കണം. പിന്നെ ബാക്കിയുള്ള മാഷ്മാരെയും ടീച്ചർമാരെയും ഒക്കെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. സ്റ്റേ ട്യൂൺഡ് ഗൈസ്. ഞങ്ങൾ NSSലെ വേറൊരു വിശിഷ്ട അജണ്ട. ഇതാണ് ഞങ്ങളുടെ ടീച്ചർ പേരെന്തെങ്കിലും? അലിജ ടീച്ചറിന്റെ ക്ലാസ് നിങ്ങളൊന്ന് കണ്ടുനോക്കണം. അടിപൊളി ക്ലാസ് ആണ്, ഗംഭീര ക്ലാസ്. എനിക്ക് ഇതുവരെ വീഡിയോ എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല ക്ലാസ് കാര്യങ്ങളൊന്നും. പക്ഷെ ഇൻഷാ അല്ലാഹ് സെറ്റ് ആക്കുക. അടുത്ത ക്ലാസ് എടുക്കുന്ന രീതിയിൽ വരണം, ഒരു പെർമിഷൻ കിട്ടിയാൽ. പിന്നെ ടീച്ചർക്ക് എങ്ങനെയാണ് കുട്ടികളോട് ഇത്ര വേഗം ഇന്ററാക്ട് ചെയ്യാനൊക്കെ പറ്റുന്നത്? അതെങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? എത്ര വർഷം എടുത്തിട്ട്? കുട്ടികളെ നല്ല പൊളിയല്ലേ. കുട്ടികളോട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ പ്രായം കുറയാണ്, നമ്മൾ കുട്ടികളിലേക്ക് ഇറങ്ങുക. അപ്പൊ അതുകൊണ്ട് നമ്മളും കുട്ടികളും ഒന്നായിട്ട് മാറും. അതിന് കുറച്ച് സെക്കൻഡുകൾ മതി കുട്ടികളായിട്ട് സെറ്റ് ആവാൻ. എന്തായാലും ഈ ഒരു കെമിസ്ട്രി, ഈ കുട്ടികളെ തമ്മിലുള്ള ഈ ഒരു കെമിസ്ട്രി, ഇത് ഭയങ്കര പണിയുള്ള പരിപാടി കേട്ടോ. ഇത് ഇന്നെ കൊണ്ട് എന്തായാലും ഇപ്പൊ ഒരു ക്ലാസ് എടുക്കാൻ ചോദിച്ചാൽ ഇന്നെ കൊണ്ട് പറ്റില്ല. ഇവരെ എടുക്കുന്ന മാതിരി ക്ലാസ് നിങ്ങൾ കാണണം, എന്നാലേ അതിന്റെ ഒരു ഇത് മനസ്സിലാവും. ടീച്ചർക്ക് എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട്? എങ്ങനെയാണ് ഈ കുട്ടികളുമായിട്ട് ഇത്ര വലിയൊരു കെമിസ്ട്രി ബിൽഡപ്പ് ചെയ്യാൻ പറ്റുന്നത്? NSSൽ ഞാൻ വന്നിട്ട് 2 വർഷമായിട്ടേ ഉള്ളൂ. പക്ഷെ നമ്മൾ ടീച്ചിങ്ങിൽ ഇറങ്ങിയിട്ട് കുറെ വർഷമായില്ലേ. കുട്ടികളായിട്ട് പഠിപ്പിച്ചിട്ടുള്ള ശീലം ഉണ്ടല്ലോ. NSSൽ വരുമ്പോ വേറൊരു രീതിയാ. കുട്ടികളെ സബ്ജക്ട് പഠിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി അറ്റാച്ച്മെന്റ് വരുന്നുണ്ട് NSSൽ വരുമ്പോൾ. കുട്ടികൾക്ക് കുറച്ചുകൂടി കുട്ടികളെ സോഷ്യലൈസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളെ കൂടെ താമസിക്കാൻ റെഡി ആയിട്ട് വന്നാട്ടോ. 3 ദിവസം ക്യാമ്പിന് ടീച്ചറും കൂടെ താമസിക്കാൻ റെഡി. അത് ടീച്ചറെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു റീസൺ എന്തായിരുന്നു? കുട്ടികളെ കൂടെ ആകുമ്പോൾ കുറച്ചും കൂടി നമ്മളും ഫ്രീ ആവും, നമ്മൾ കുറച്ചുകൂടി യങ് ആവും, കുട്ടികളുടെ വൈബിലേക്ക് പോവാം, അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുക കുറച്ച് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ NSS എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഹലോ ഗൈസ്, ഇത് ഞങ്ങൾ NSSലെ വേറെ മെമ്പേഴ്സ് ആണ്. എല്ലാരും ഒന്ന് ഇൻട്രൊഡ്യൂസ്. നിങ്ങളുടെ പരിപാടി എന്താ ഗൈസ്? എന്ത് ഡാൻസാ? അങ്ങനെ ഇങ്ങോട്ട് വാ, എടുത്തേക്ക് വാ. എന്താ പേരെന്താ? പേര് നബഹാൻ. ഏടുന്നാ വരുന്നത്? കോഴിക്കോട്. പിന്നെ എങ്ങനെ ഇവലെ എല്ലാരും കോഴിക്കോട് നല്ല കേട്ടോ. മലപ്പുറത്ത് നിന്ന് NSS ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ ഒരുപാട് കുട്ടികൾ വന്നു. കാര്യം മലപ്പുറത്തുണ്ട്, ഒന്ന് കൈവക്കിയ. മലപ്പുറം കൊണ്ടോട്ടി. ഓക്കെ. പിന്നെ NSS ക്യാമ്പിനെ പറ്റി എല്ലാവർക്കും എന്താ പറയാനുള്ളത്? മാഷിമാര് ടീച്ചർമാരെ പറ്റി എന്തൊക്കെ പറയാനുള്ളത്? എല്ലാരും ഭയങ്കര സപ്പോർട്ടാണ്. ഒന്നും പറയല്ല, വൃത്തിയാണ്. എനിക്കെന്താ പറയാനുള്ളത് ബ്രോ? വൃത്തിയാണ്. ഇവിടെ പുരക്കാരെ പോരാ, അത്ര കമ്പനി. ഇവന്റെ പേര് കേട്ടാങ്ങളൊന്നും ഞെട്ടാ. എന്റെ പേരൊന്ന് പറയും. ഗഗൻ ഷാവി. ഗഗൻ നാട്ടോ എന്റെ പേര്. നിങ്ങൾ ഏടെ കേട്ടിക്കോ, ഗഗൻ എന്നൊരു പേര്. NSS പറയാൻ പറ്റുക അടിപൊളിയാണ്. ഒരു പ്രാവശ്യം ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യണം ഈ ക്യാമ്പ്. അപ്പൊ താങ്ക് യു. ഹലോ ഗൈസ്, അടുത്ത നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്നത് ആദർശ് നാട്ടോ. എന്റെ പേര്. NSS ക്യാമ്പിലെ ഡേ ഓഫീസർ ആണ്. എടാ, എനിക്ക് എന്താണ് NSSനെ പറ്റി പറയാനുള്ളത്? NSS ഇപ്പൊ ഒരു നല്ല ഒരു എന്താ പറയാ ഒരു സംഘടനയാണ്. നമ്മുടെ കാര്യങ്ങളും
ജീവിത ശൈലിയും എല്ലാം മാറും ഈ ക്യാമ്പിനനുസരിച്ചിട്ട്. എടാ എനിക്ക് ഇത്രയും നേരമായിട്ട് ജെന്യൂൻലി പറയും, സത്യം എന്തായിട്ട് പറയും, എന്താണ് എനിക്ക് ഫീൽ ആകുന്നത്? വൈബാണോ? എനിക്ക് വൈബാണ്. ഞാൻ എല്ലാവരായിട്ട് കംഫർട്ടാണ്. ഞാൻ വന്നിട്ട് ഇപ്പൊ 2 ദിവസമായിട്ടെങ്കിലും വൈബാണ്. എല്ലാവരായിട്ട് വൈബ്, എല്ലാവരായിട്ട് കമ്പനി ആയിരിക്കും. പിന്നെ ഇനി എഴുതാൻ വരുന്നത് എന്റെ സ്ഥലം ഏതാ? കാരണം മലപ്പുറത്തും കോഴിക്കോട് നിന്നും ആൾക്കാരുണ്ട്. ഞാൻ കോഴിക്കോട് നിന്നാണ്. ഞാൻ കോഴിക്കോട് പന്നിയങ്കര എന്നാണ് എൻ്റെ വീട്. പിന്നെ സ്കൂൾ ഈസ്റ്റിൽ സ്കൂളാണ്. അപ്പൊ ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആൾക്കാരെ കാണാം. ഗൈസ്, എന്റെ ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട്. സെബിയ ജിമ. എനിക്ക് NSS ക്യാമ്പിനെ പറ്റി എന്താ പറയാ? അടിപൊളിയാണ് ഗായ്സ്. കാരണം ഈ ഒരു NSS ക്യാമ്പ് മിസ് ചെയ്താൽ അത് മിസ്സായ പോലെ തന്നെ. കാരണം ആ 50 കുട്ടികളിൽ നിന്ന് നമ്മളെ സെലക്ട് ആക്കിയത് നമുക്ക് അത്രയും ക്വാളിഫിക്കേഷൻ ഉള്ളത് കൊണ്ടാണെന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ട്. കാരണം അത്രയ്ക്കും എക്സ്ട്രീം ലെവലിൽ ക്ലാസ്സുകളും ക്യാമ്പുകളും പിന്നെ ഫ്രണ്ട്സ് ആയാലും ഒക്കെ അടിപൊളിയാണ്. സോ ഗൈസ്, അടിപൊളി. ബാക്കി വ്ളോഗുകൾ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൺ അമർത്തൂ, ലൈക്ക് ചെയ്യൂ. ഓക്കെ ഗൈസ്. ഹലോ ഗൈസ്, അപ്പൊ NSS ക്യാമ്പിന്റെ ഫുഡ് ഇതാണ്. ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഫുഡ് പൊറാട്ടയും കറി കേട്ടോ. അപ്പൊ ഇതാണ് ഞങ്ങൾക്ക് ഫുഡ് വേണമെന്ന് ചേച്ചിമാര്. ഇങ്ങോട്ട് വാ. എങ്ങനെയുണ്ട് ഫുഡ്? നിങ്ങൾക്കൊന്നും പ്രശ്നമില്ല. ഇതാരാ? ഏതോ ഒരുത്തം ഒറ്റക്ക് ഫുഡ് കഴിക്കുന്നുണ്ടല്ലോ. നീ എന്താ ഒറ്റക്ക് ഫുഡ് കഴിക്കുന്നത്? നമുക്ക് ആരുമില്ലടാ, നമ്മൾ ഒറ്റക്കല്ലേ. അപ്പൊ ഗൈസ്, ഫ്രണ്ട്സുകളൊക്കെ NSS ക്യാമ്പിന് വന്ന എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട്. ഓലൊക്കെ കാണിച്ചു തരാം. എടാ, എങ്ങനെയുണ്ട് NSS ക്യാമ്പ്? എനിക്ക് എന്താ പറയാനുള്ളത്? അടിപൊളിയാണ്. എല്ലാരും എന്താ പറയാ, നമ്മളിപ്പോ പരിചയപ്പെട്ടിട്ടുള്ളൂ, പക്ഷെ എന്താ വൈബാണ്. നമ്മളെ കൂടെ വ്ളോഗറൊക്കെ ഉള്ളതുകൊണ്ട് സെറ്റ് ആട്ടോ. വ്ളോഗൊക്കെ ക്യാമ്പൊക്കെ എല്ലാവരും ഒരു പ്രാവശ്യം ലൈഫില് ട്രൈ ചെയ്യണം. അപ്പൊ എല്ലാരും നിങ്ങളെ സ്കൂളിൽ NSS ക്യാമ്പിട്ട് അന്നേരം കേറി ജോയിൻ ചെയ്തോളി. അതായത് ഇത്ര വൈബ് പരിപാടി എന്റെ ജീവിതത്തിലായിരുന്നു. നമ്മളെ വേറെ കുറെ ചെങ്ങായിമാർ ഇവിടെ ഉണ്ട്. ഓലോടൊക്കെ അഭിപ്രായം ചോദിക്കാം. എടാ, എങ്ങനെയുണ്ടാ ക്യാമ്പ്? സെയിം ക്യാമ്പ്, ഒന്നും പറയാനില്ല. എനിക്ക് എന്തൊക്കെ പറയാനുള്ള NSS ക്യാമ്പിനെ പറ്റി? ക്യാമ്പ് സെറ്റാണ്, കാര്യം പറയാം. ഹായ് ഗൈസ്, ഞാൻ സൂപ്പറാണ്, കാര്യം പറയാം. ഞാൻ NSS വന്ന് ഞാൻ സെറ്റ് ആയിക്കോളൂ. അതെ, സബ്സ്ക്രൈബ് ചെയ്യാ, സപ്പോർട്ട് ചെയ്യാ. ഡാൻസിന്റെ ഒരു വലിയ ഫാനാണ് ഞാൻ. കുറെ നാളെ ഇവരെ കണ്ണാടിക്കായിരുന്നു, പക്ഷെ ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്.
ഇർഫാനും ടീമിന്റെ മുട്ടുപാട്ട്. മൂന്ന് ബാച്ചിൽ ഒരു ബാച്ചിൽ മാത്രമേ ഇങ്ങനെ ഒരു ഇന്നോവേറ്റീവ് ആയിട്ട് ഐഡിയ വന്നിട്ടുള്ളൂ. ആ ഐഡിയയുടെ പിന്നിൽ പ്രവർത്തിച്ച അതിന്റെ മുഴുവൻ അത് എഴുതിയതും അത് പ്രവർത്തിച്ചു വേണ്ട മുഴുവൻ കുട്ടികളെ അഭിനന്ദിക്കുന്നു. പരിപാടി നിങ്ങളുടെ സമയം കൊണ്ട് ഒരു 2 മണിക്കൂർ 1.5 മണിക്കൂറേ ലഭിച്ചുള്ളൂ. ആ സമയത്തിനുള്ളിൽ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ പ്രോഗ്രാം അവതരിച്ച് അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വലിയ സ്റ്റാൻഡേർഡ് പരിപാടി ഇവിടെ അവതരിപ്പിക്കാമെന്നല്ല. കുട്ടികൾ തട്ടിക്കൂട്ടുന്ന പരിപാടികളാണ് കാണാൻ ഭംഗിണ്ടാവുക. ആ രീതിയിൽ അത് നന്നായിട്ടുണ്ട്. ഏതായിരുന്നാലും വളരെ മികച്ച ഒരു ക്യാമ്പ് അനുഭവമായി മാറി. പല കുട്ടികളോടൊന്ന് പറഞ്ഞു, നേരത്തെ സ്റ്റേറ്റ് ക്യാമ്പ് പങ്കെടുത്ത ആളുകളൊന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ആ ക്യാമ്പിനേക്കാൾ ഇഷ്ടപ്പെട്ടു. അതിന് വിവിധ കാരണങ്ങൾ അവർ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് സന്തോഷം.
നിങ്ങളാണ് ക്യാമ്പ് മനോഹരമാക്കിയത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നാളത്തെ ഒരു ദിവസം കൂടി നേരിട്ട് നാളെ ഉച്ചയ്ക്ക് പോകുന്ന സമയത്ത് ഏറ്റവും നല്ല ഊർജ്ജം സംഭരിച്ചുകൊണ്ട് പോയി അത് യൂണിറ്റിനെ ഏറ്റവും മനോഹരമാക്കി നൽകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരിക്കൽ കൂടി എന്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് അദ്ദേഹം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ശ്രദ്ധിക്കുക, നമ്മൾ NSS ക്യാമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ നമ്മളെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലേ? വേണ്ടേ? നമുക്ക് ഒരുപാട് വർക്കുകൾ ചെയ്യാനുണ്ട്, ഒരുപാട് പ്രോജക്റ്റുകൾ ചെയ്യാനുണ്ട്. വോളണ്ടിയർമാരെ കൃത്യമായിട്ട് പ്രോഗ്രാം ഓഫീസറുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ വന്ന് മനോഹരമായിട്ട് സംസാരിക്കേണ്ടുന്ന ഒരുപാട് ആളുകൾ ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി അവസരം കൊടുത്തിട്ട് പോയപ്പോൾ ഹലോ ഗൈസ്, അപ്പൊ NSSന്റെ പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് മിനിറ്റ് ആണ് നമുക്ക് മൈക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ആയി കിട്ടുക. എന്തായാലും സ്റ്റുഡന്റിനെ വിളിക്കാം. എങ്ങോട്ട് പോവാ? എന്താണ് എനിക്ക് ഇന്നത്തെ പരിപാടിനെ പറ്റി പറയാനുള്ളത്? എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? ഈ NSS പറഞ്ഞ മക്കളെ നമ്മളെ ജീവിതത്തിൽ മാക്സിമം നമ്മള് എന്താ പറയാ ആ ഒരു ഇതിൽ ആ സ്ട്രീമിക്ക് നമ്മൾ മാക്സിമം ഇറങ്ങിയില്ലെങ്കിൽ മിസ്സായി പോകുമ്പോൾ തന്നെ മിസ്സാവും. നമ്മൾ ഈ ജയാസി ഗേൾസ് സ്കൗട്ട് ആൻഡ് എന്നൊക്കെ പറഞ്ഞാൽ ആ 10 കഴിഞ്ഞവർ കഴിഞ്ഞ് +2 ഉണ്ട്. ബട്ട് ആ ഒരു സർട്ടിഫിക്കറ്റ് പിന്നെ നമുക്ക് ഫ്യൂച്ചർക്ക് ആവശ്യമില്ല. ബട്ട് NSS പറഞ്ഞാൽ നമ്മൾ ലോകത്തിൽ എവിടേക്ക് പോയിക്കാണെങ്കിലും അത് നമുക്ക് എന്താ പറയാ യൂസ്ഫുൾ ആവും. നമ്മൾ എന്ത് അഡ്മിഷൻ ആയാലും NSS വളണ്ടിയർ പറഞ്ഞാല് അല്ലാറിനങ്ങൾ ഒരു പടി മുകളിൽ തന്നെ ആയിരിക്കും. നമ്മള് ഓക്കെ ഇത്ര ബോറടിപ്പിക്കുന്നില്ല ഗായ്സ്, ഞാൻ എനിക്ക് തന്നെ കൊടുക്കാം. അപ്പൊ ഗൈസ് എന്തായാലും എല്ലാവരും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ മാക്സിമം ഫുട്ടേജും കാര്യങ്ങളൊക്കെ എടുക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ വേറെയും ചെക്കന്മാരുണ്ട് കേട്ടോ ഇവിടെ. എടാ, NSS ക്യാമ്പിനെ പറ്റി എനിക്ക് എന്താ പറയാനുള്ളത്? വളരെ നല്ല ക്യാമ്പായിരുന്നു. പ്രത്യേകിച്ച് കുട്ടീനെ അങ്ങോട്ട്. എന്റെ പേരെന്താ? എന്റെ പേര് തുഹാനി. ഞാൻ തിരൂരങ്ങാടി ക്ലസ്റ്ററിലാണ്, മലപ്പുറം നെക്സ്റ്റ് സ്കൂളിലാണ് വരുന്നത്. തുഹാനി, എങ്ങനെയുണ്ട് ക്യാമ്പ്? എനിക്ക് ഇഷ്ടമായോ? എന്താണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായി? ഫുഡാണോ, ഇവിടെ ഉള്ള ചെക്കന്മാരാണോ, പിന്നെ ചെക്കന്മാരൊക്കെ ലുക്കാണോ ഒക്കെ പറയണേ? അടിപൊളി ക്യാമ്പായിരുന്നു. കാരണം എന്റെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ടുള്ള ക്യാമ്പായിരുന്നു. ഇങ്ങനെ ലീഡർ ആവണം അങ്ങനത്തെ ഇതിലൊന്നും വന്നതല്ല, പക്ഷെ അടിപൊളി ക്യാമ്പായിരുന്നു. ടോട്ടലി ചെക്കന്മാരൊക്കെ അടിപൊളിയാണ്, വൈബാണ്, സെറ്റാണ്, അടിപൊളിയാണ്. ഒരു പരിപാടി കണ്ടക്ട് ചെയ്യണേ, എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, നല്ല പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒത്തൊരുമയാണ് ഈ പരിപാടി വിജയിക്കാനുള്ള കാരണം. അടിപൊളിയാണ്. ഞാൻ SPCന്റെ ക്യാമ്പിന് പോയിക്കുന്നത്, പക്ഷെ അതിനെക്കാട്ടിയൊക്കെ എത്ര അടിപൊളിയാ. നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പൊ സംസാരിക്കുന്നൊന്നുമില്ല, ഈ സന്തോഷ സൂചകമായിട്ട് ഒരു ചെറിയൊരു പാട്ട് പാടിയിട്ട് നിങ്ങൾ ചേരുന്നതാണ്. സന്തോഷം ചെയ്യുക. സന്തോഷമിരുന്നാൽ സത്യമായിരുന്നാൽ സന്തോഷമെനിക്കിരുന്നാൽ കൈഞ്ഞൊടി, എനിക്കിരുന്നാൽ മുട്ടിനടി, സന്തോഷമിരുന്നാൽ സത്യമായിരുന്നാൽ സന്തോഷമെനിക്കിരുന്നാൽ മുട്ടിനടി, ായിരുന്നാൽ സന്തോഷമെനിക്കിരുന്നാൽ കണ്ടേണ്ടി, ഇരുന്നാൽ എല്ലാം ചെയ്യും, സന്തോഷമെനിക്കിരുന്നാൽ എല്ലാം ചെയ്യും, സന്തോഷമിരുന്നാൽ സത്യമായിരുന്നാൽ സന്തോഷമെനിക്കിരുന്നാൽ എല്ലാം ചെയ്യും. ഓക്കെ, താങ്ക് യു. ഇത്ര വൈബുള്ള ടീച്ചർമാർ വേറെ കിട്ടുമോ? ഇത്ര അടിപൊളി NSS വേറെ കിട്ടോ? എന്തായാലും അടിപൊളി പരിപാടി. ഞാൻ പ്രതീക്ഷയെക്കാട്ടും അപ്പുറമായിരുന്നു. പിന്നെ എല്ലാവരും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂല? ഈ സാറുമാർക്കും ടീച്ചർമാർക്കും ഒരു പപ്പ കഴിയണേ. ഈ സർക്കാരേക്ക് ഒരു കഴിയണേ. പിന്നെ പെർഫോം ചെയ്ത കുട്ടികളെല്ലാവർക്കും ഒരു പപ്പ കഴിയണേ. എന്താ പറയാ എല്ലാവർക്കും അടിപൊളി. ലവ് യു.